തിരുവനന്തപുരം കോട്ടണൽ ഗവൺമെൻറ് LP സ്കൂളിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുകയാണ്. അശ്വിൻ, യഥാർത്ഥത്തിലെ കുട്ടികൾക്കെല്ലാം വളരെ സന്തോഷമായി. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു, YS അഭിനന്ദ് ഓൾസോ. അപ്പോൾ ഈ കോട്ടണൽ സ്കൂളിൽ എന്താണ് ഇന്നത്തെ വിശേഷം? വളരെ ചിരിച്ചുല്ലസിച്ച് ആറാടി കുട്ടികൾ വരുന്ന ദിവസമല്ലേ ഇന്ന്? വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്ന് കുട്ടികളെ സംബന്ധിച്ച് ജീവിതത്തിൽ പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് സർക്കാർ LP സ്കൂൾ കോട്ടൺ ഹില്ലിലാണ്. അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവരെ സ്വീകരിക്കാൻ എല്ലാ തരത്തിലും സ്കൂളുകൾ ഒരുങ്ങി നിൽക്കുകയാണ്. കോട്ടൺ ഹില്ലിൽ സ്കൂൾ ക്ലാസ് റൂമുകളിലേക്കൊക്കെ പോയാൽ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കി. പാഠപുസ്തകങ്ങളിലെ ഓരോ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെയാണ് ഈ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി ചുമരുകളിൽ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. അത് കുട്ടികളെ സംബന്ധിച്ചൊരു പുതുമയായിരിക്കും. അവർ പാഠപുസ്തകങ്ങളിൽ നാളെ പഠിക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് മുൻവർഷങ്ങളൊക്കെ അപേക്ഷിച്ച് പുതുമയുള്ള കാര്യമാണ്. പതിവ് പോലെ തന്നെ മുൻവർഷങ്ങളിലേതുപോലെ തന്നെ പ്രവേശനോത്സവം വളരെ ഗംഭീരമായി നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പൊതുവെ അനുകൂലമായ കാലാവസ്ഥയാണ്. ഒരു ഭയമുണ്ടായിരുന്നു കാലാവസ്ഥ പ്രവേശനോത്സവത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ളത്. എന്തായാലും ആ ഒരു ആശങ്കയില്ല. നല്ല കാലാവസ്ഥയാണ്. മഴ പൊതുവെ മാറി നിൽക്കുകയാണ്. എന്തായാലും ഏകദേശം ഒരു 9 മണിയോടുകൂടി കോട്ടൺ ഹിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തിത്തുടങ്ങും. അവരെ സ്വീകരിക്കാൻ മധുര പലഹാരങ്ങളും ബലൂണുകളും അവർക്ക് ഇഷ്ടമുള്ള മറ്റ് കാര്യങ്ങളുമൊക്കെയായി അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം PTA എല്ലാം എല്ലാ സ്കൂളുകളിലും തയ്യാറാണ്. സ്കേൻ എന്തായാലും ആ ഒരു പതിവ് എല്ലാ കൊല്ലവും നമ്മൾ കാണുന്നത് പോലെ അവരുടെ പരിഭവങ്ങളും തിരികെ വീട്ടിലേക്ക് പോകാനുള്ള അവരുടെ സങ്കടവും കരച്ചിലുമെല്ലാം ഇന്നും കാണേണ്ടി വരും. ആ നിഷ്കളങ്ക കാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കേരളം. ഒപ്പം പുതിയതായി ക്ലാസ്സിലേക്ക് എത്തുന്ന പുതിയ ജീവിതത്തിൻ്റെ പുതിയ ഒരു പടവിലേക്ക് ചവിട്ടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകളും നേരുകയാണ്. സ്കേൻ എന്തായാലും 9 മണിയോടുകൂടി സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തിത്തുടങ്ങും. താങ്ക് യു. എന്തായാലും കുട്ടികൾക്ക് ആശംസകൾ. കോട്ടണിലേക്കും തിരുവനന്തപുരം തെക്കൻ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുട്ടികൾക്കും വടക്കൻ കേരളത്തിലെ കുട്ടികൾക്കും മധ്യ കേരളത്തിലെ കുട്ടികൾക്കും ഒക്കെ ആശംസകൾ.